കട്ടപ്പന സോൺ ലഘുചരിത്രം. തിരുസഭയുടെ വസന്തം എന്ന് വിശുദ്ധ പോൾ ആറാമൻ പാപ്പായാൽ പ്രകീർത്തിക്കപ്പെട്ട കത്തോലിക്ക കരിസ്മാറ്റിക് നവീകരണം 1967 അമേരിക്കയിൽ ആരംഭിച്ചു. 1972 ഭാരതത്തിലും 1976 കേരളത്തിലും പടർന്നു പിടിക്കാൻ ആരംഭിച്ചു. 1979 കരിസ്മാറ്റിക് നവീകരണ ധ്യാനത്തിൽ പങ്കെടുത്ത വൈദികരും സന്യസ്തരും ആത്മായരും ഒന്നിച്ച് ഹൈറേഞ്ചിൽ പ്രാർത്ഥനാ ഗ്രൂപ്പുകൾ ആരംഭിച്ചു. ബഹുമാനപ്പെട്ട ആന്റണി നെടിയകാല പറമ്പിലച്ചന്റെ നേതൃത്വത്തിൽ കക്കാട്ടു കൊച്ചേട്ടനും ബഹുമാനപ്പെട്ട ജോർജ് പരിയാരത്തിലച്ചന്റെ നേതൃത്വത്തിൽ ഇടുക്കി തങ്കച്ചായനും ഹൈറേഞ്ച് മേഖലയിൽ പ്രാർത്ഥനാ ഗ്രൂപ്പുകൾ സ്ഥാപിക്കുവാൻ ഏറെ അധ്വാനിച്ചു. 1980 കാഞ്ചിയാർ സെന്റ് മേരീസ് പള്ളി അങ്കണത്തിൽ ഹൈറേഞ്ചിലെ ആദ്യത്തെ കരിസ്മാറ്റിക് കൺവെൻഷൻ നടന്നു. ബഹുമാനപ്പെട്ട ആന്റണി നെടിയകാല പറമ്പിലച്ചൻ നേതൃത്വം കൊടുത്തു. ജോൺസൺ കണിയാമാക്കൽ കൺവീനറായുള്ള കൂട്ടായ്മയാണ് കൺവെൻഷനായി അധ്വാനിച്ചത്. 1982 ആന്റണി നെടിയകാല പറമ്പിലച്ചൻ പാസ്റ്ററായും ശ്രീ ജോൺസൺ കണിയാമാക്കൽ കൺവീനറായും ഹൈറേഞ്ചിലെ ആദ്യത്തെ സേവന സമിതി രൂപം കൊണ്ടു. 1981, 82, 83 വർഷങ്ങളിൽ കാഞ്ചിയാർ പള്ളിയിൽ ഹൈറേഞ്ച് മേഖല കരിസ്മാറ്റിക് കൺവെൻഷൻ നടന്നു. 1984 കട്ടപ്പന സെന്റ് ജോർജ് സ്കൂൾ ഗ്രൗണ്ടിൽ നടന്ന 5ാം കൺവെൻഷനിൽ 5000-ഓളം ആളുകൾ പങ്കെടുത്തു. 1984 യുവജനങ്ങൾക്ക് മാത്രമായി ഒരു കൺവെൻഷൻ ഹൈറേഞ്ച് സോണിൽ നടന്നു. തുടർന്ന് സബ് സോണുകളിൽ 1985 5ാം കൺവെൻഷൻ മുതൽ 92 13ാം കൺവെൻഷൻ വരെ ബഹുമാനപ്പെട്ട എബ്രഹാം പുതിയാത്തച്ഛന്റെ നേതൃത്വത്തിൽ പുളിയന്മല കാർമൽ ഗ്രൗണ്ടിൽ വെച്ച് നടന്നു. 1988 ജൂൺ മാസത്തിൽ ഇടുക്കി തങ്കച്ചായന്റെ നേതൃത്വത്തിൽ സർവീസ് ടീം നിലവിൽ വന്നു. ബഹുമാനപ്പെട്ട ജോർജ് മാടപ്പാട്ടച്ഛനായിരുന്നു സോണിന്റെ പാസ്റ്റർ. 1990 PP മാത്യു സാർ കോർഡിനേറ്റർ ആവുകയും പുതിയാത്തച്ഛൻ സോൺ പാസ്റ്റർ ആവുകയും ചെയ്തു. ബഹുമാനപ്പെട്ട ജോസഫ് ചെരിവിലച്ഛനായിരുന്നു സോൺ സെക്രട്ടറി. 1990 നവംബർ 30, ഡിസംബർ 1, 2 തീയതികളിൽ കട്ടപ്പന ടൗൺ ഹാളിൽ വെച്ച് ക്യാമ്പസ് ഫെസ്റ്റ് 90 നടന്നു. 1992 PP മാത്യു സാർ സോണിനെ നയിച്ചു. 1993 14ാം കൺവെൻഷൻ മുതൽ 97 18ാം കൺവെൻഷൻ വരെ വെള്ളയാങ്കുടിയിൽ വെച്ച് നടന്നു. 1994 ശ്രീ പാലക്കൽ ആന്റണി ചേട്ടന്റെ നേതൃത്വത്തിലുള്ള സർവീസ് ടീം സോണിനെ നയിച്ചു. 1996 ജോർജ് കുമ്പളുമൂട്ടിൽ ആയിരുന്നു സോണിന്റെ കോർഡിനേറ്റർ. ഈ കാലയളവിൽ 97 ഹൈറേഞ്ച് സോൺ, കട്ടപ്പന, ഇടുക്കി സോണുകളായി വിഭജിതമായി. ശ്രീ ബേബിച്ചൻ ഇടിയാക്കുന്നേൽ സോണൽ കോർഡിനേറ്ററായി നിയമിതനായി. 1997 ബഹുമാനപ്പെട്ട എബ്രഹാം പുതിയാത്തച്ഛൻ പാസ്റ്ററും ബേബിച്ചൻ ഇടിയാക്കുന്നേൽ കോർഡിനേറ്ററുമായി കട്ടപ്പന സോണിന്റെ സേവന സമിതി രൂപപ്പെട്ടു. ഈ കാലയളവിൽ ജീസസ് യൂത്ത് 97 തുടർന്ന് വടക്കേ ഇന്ത്യൻ യുവജനങ്ങളെ കേരളത്തിലെ ഭവനങ്ങളിൽ സ്വീകരിച്ച് വിശ്വാസം പകർന്നുകൊടുക്കുന്ന കൾച്ചറൽ എക്സ്ചേഞ്ച് പ്രോഗ്രാം ആരംഭിച്ചു. പ്രിയപ്പെട്ട പുതിയാത്തച്ഛൻ സ്ഥലം മാറിപ്പോയപ്പോൾ ബഹുമാനപ്പെട്ട സെബാസ്റ്റ്യൻ കോലോത്ത് CMI അച്ഛൻ ആനിമേറ്ററായി സേവനം ആരംഭിച്ചു. 1999 ശ്രീ മാത്യു കുന്നത്തൂർ നേതൃത്വം നൽകുന്ന സേവന സമിതി മഹാജൂബിലി വർഷം സോണിനെ നയിച്ചു. 1999 കട്ടപ്പന സെന്റ് ജോർജ് സ്കൂൾ ഗ്രൗണ്ടിൽ നടന്ന 20ാം കൺവെൻഷൻ വലിയ അനുഗ്രഹമായിരുന്നു.
തുടർന്ന് 2000, 2001, 2002, 2003 വർഷങ്ങളിൽ ഓക്സീലിയം സ്കൂളിൽ വെച്ച് ഗ്രാൻഡ് കോൺഫറൻസായി സോണൽ നേതൃസംഗമം നടന്നു. ഈ കാലയളവിൽ ധാരാളം പേർ കെറിഗ്മ കോഴ്സിൽ പങ്കെടുക്കുകയും കട്ടപ്പന സോണിലും സമീപ സോണുകളിലും ഇടവകകളിൽ ഔട്ട്റീച്ചുകൾ നടത്തുകയും ചെയ്തു. 2001, 2003 കാലഘട്ടത്തിൽ തോമസ് ഇടയാടിയുടെ നേതൃത്വത്തിലുള്ള ടീം സോണിനെ നയിച്ചു. 2003, 2004 കാലഘട്ടത്തിൽ ഹൈറേഞ്ച് മേഖല കരിസ്മാറ്റിക് കൺവെൻഷന്റെ രജത ജൂബിലി വർഷം സോണിനെ നയിക്കാൻ കർത്താവ് നിയോഗിച്ചത് ബേബിച്ചൻ ഇടിയാക്കുന്നേലിന്റെ നേതൃത്വത്തിലുള്ള സേവന സമിതിയെയാണ്. 5 സബ് സോണുകളിലായി ഒരേ സമയം 5 24-ാം കൺവെൻഷനുകൾ 2003 നടത്തപ്പെട്ടു. 2004 ജൂബിലി കൺവെൻഷൻ പുളിയന്മലയിലും നടന്നു. പ്രയർ മിഷൻ കട്ടപ്പന എന്ന മധ്യസ്ഥ പ്രാർത്ഥന ന്യൂസ് ലെറ്ററും, ഒറീസ മിഷൻ ഔട്ട്റീച്ച്, മിസോറാം മിഷൻ ഔട്ട്റീച്ച്, കെറിഗ്മ ഔട്ട്റീച്ചുകളും നടന്നു. 2005, 2007 കാലഘട്ടത്തിൽ ശ്രീ ജോസ് പൂതക്കുഴിയുടെ നേതൃത്വത്തിലുള്ള സർവീസ് ടീം നിലവിൽ വന്നു. 2008 ജൂലൈ 7 മുതൽ 22 വരെ KST നേതൃത്വം നൽകിയ വചന സന്ദേശ യാത്ര സോണിലൂടെ കടന്നുപോയി. വീണ്ടും കെറിഗ്മ കോഴ്സ് നടത്തപ്പെട്ടു. 2007, 2009 കാലഘട്ടത്തിൽ സോണിനെ നയിക്കുവാൻ കർത്താവ് നിയോഗിച്ചത് ശ്രീ അപ്പച്ചൻ മുക്കങ്കലിന്റെ നേതൃത്വത്തിലുള്ള സർവീസ് ടീമിനെ ആയിരുന്നു. 2009, 2011 ബേബിച്ചൻ ഇടിയാക്കുന്നേലിന്റെ നേതൃത്വത്തിലുള്ള സേവന സമിതി സോണിനെ നയിച്ചു. സാപ്രേന്മാർ എന്ന സന്നദ്ധ സേവാ സംഘത്തെ രൂപപ്പെടുത്തി. 2010 ഓഗസ്റ്റ് 8 മുതൽ 10 വരെ പരപ്പിൽ വെച്ച് ബഹുമാനപ്പെട്ട ജോർജ് കളത്തിലച്ചൻ നയിച്ച വരദാന വളർച്ചാ ധ്യാനം നടന്നു. 2011 5000 കുടുംബങ്ങൾക്കായി KST ഒരുക്കിയ ബെത്ത് ശാലോം 2011 കൺവെൻഷനിൽ സോൺ സജീവമായി പങ്കെടുത്തു. അതിന്റെ ഒരുക്കമായി നടത്തിയ ബെത്ത് ശാലോം യാത്ര 3 ദിവസങ്ങളിലായി സോണിൽ നടന്നു. ടാലന്റ് 2010 എന്ന LCC പ്രോഗ്രാം 2 പ്രാവശ്യം സംഘടിപ്പിച്ചു. 2011-13 കാലഘട്ടത്തിൽ ശ്രീ സണ്ണി വരകുകാല സേവന സമിതിയെ നയിച്ചു. ഇരട്ടയാർ പള്ളിയിൽ വെച്ച് 3 ദിവസങ്ങളിലായി നടന്ന ഗ്രാൻഡ് കോൺഫറൻസ് സോണിന് അനുഗ്രഹമാണ്. KST നയിച്ച വചന സന്ദേശ യാത്ര സോണിലൂടെ കടന്നുപോയി. പുതിയ നേതൃത്വത്തെ രൂപപ്പെടുത്തുന്നതിനായി നേതൃത്വ പരിശീലനം ശക്തിപ്പെടുത്തി. 2013-15 കാലഘട്ടത്തിൽ സേവന സമിതിയെ അരയത്തിനാൽ ചാക്കോസാർ നയിച്ചു. പീരുമേട് സബ് സോൺ രൂപീകരിച്ചു. പ്രാർത്ഥനാ ഗ്രൂപ്പുകളെ ശക്തിപ്പെടുത്തി. 2015-17 കാലഘട്ടത്തിൽ വീണ്ടും ബേബിച്ചൻ ഇടിയാക്കുന്നേലിനെ സോണൽ സേവന സമിതിയെ നയിക്കാൻ ദൈവം നിയോഗിച്ചു. ബഹുമാനപ്പെട്ട സെബാസ്റ്റ്യൻ കോലത്തച്ഛൻ ആരോഗ്യ കാരണങ്ങളാൽ ആനിമേറ്റർ ശുശ്രൂഷ അവസാനിപ്പിക്കുകയും ബഹുമാനപ്പെട്ട ജോബി ചുള്ളിയിൽ CST അച്ഛൻ ആനിമേറ്റർ ആവുകയും ചെയ്തു. ഫാത്തിമ പ്രത്യക്ഷീകരണങ്ങളുടെ ശതാബ്ദിയോടനുബന്ധിച്ച് KST നേതൃത്വം നൽകിയ ഫാത്തിമ സന്ദേശയാത്ര 2017 സെപ്റ്റംബർ 18, 19, 20 തീയതികളിൽ സോണിലൂടെ കടന്നുപോയി. 2015 ഡിസംബറിൽ ദൈവദാനം എന്ന ദമ്പതി ധ്യാനവും 2016 ഗ്രാൻഡ് കോൺഫറൻസും 2017 മെയ്യിൽ നസ്രത്ത് 2017 എന്ന കുടുംബ കൺവെൻഷനും നടത്തപ്പെട്ടു. 2017-19 കാലഘട്ടത്തിൽ ശ്രീ സേവിയർ മങ്ങാട്ട് നേതൃത്വം നൽകുന്ന സേവന സമിതി സോണിനെ നയിച്ചു. യഫാത്ത തെരുവ് ശുശ്രൂഷ മിനിസ്ട്രി രൂപം കൊണ്ടു. 2019 ബഹുമാനപ്പെട്ട ജോബി അച്ഛൻ സ്ഥലം മാറിപ്പോയപ്പോൾ ബഹുമാനപ്പെട്ട
ജോണി പുതിയാപ്പറമ്പിൽ MSFS അച്ഛൻ ആനിമേറ്ററായി ചാർജ് എടുത്തു. 2019-22 കാലഘട്ടത്തിൽ നേതൃത്വത്തെ നയിച്ചത് ശ്രീ ജോസ് പൂതക്കുഴിയാണ്. ആനിമേറ്റർ ജോണി പുതിയാപ്പറമ്പിൽ അച്ഛനോടൊപ്പം നിന്ന് ദിവ്യകാരുണ്യ പ്രദക്ഷിണം, അഖണ്ഡ ബൈബിൾ പാരായണം, 2 ജപമാല പ്രദക്ഷിണങ്ങൾ, ഓൺലൈൻ LSS പരിശീലനം, ഇങ്ങനെ സോണിനെ കോവിഡ് കാലത്തും സജീവമാക്കി നിർത്തിയ ഈ സേവന സമിതി പ്രത്യേക അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നു. ജോണി അച്ഛൻ 2022 സ്ഥലം മാറിപ്പോയപ്പോൾ ഫാദർ ജോസഫ് വലിയമ്മറ്റം CMI സോൺ ആനിമേറ്ററാണ്. 2022-24 സോൺ സേവന സമിതിയെ നയിച്ചത് ശ്രീ സണ്ണി വരകുകാലായാണ്. 20ലധികം LSS പരിശീലനങ്ങളും 2004 ഇരട്ടയാർ ഗ്രാൻഡ് കോൺഫറൻസും കേരള നവീകരണ ജൂബിലിയുടെ മുന്നോടിയായി 2003 ആരംഭിച്ച 1000 ദിന പ്രാർത്ഥനയിൽ എല്ലാ 9-ാം തീയതിയും കട്ടപ്പന സോണിലെ 30ഓളം ഇടവക പള്ളികളിൽ മാറി മാറി നടത്തിയ മധ്യസ്ഥ പ്രാർത്ഥനയും, നിറവ് എന്ന പേരിൽ കുടുംബസംഗമം നടത്തി ആദ്യകാല നവീകരണ പ്രവർത്തകരെ ആദരിച്ചതും ഈ സേവന സമിതിയുടെ പ്രധാന പ്രവർത്തനങ്ങളാണ്. 2023 ജനുവരിയിൽ സോൺ ആനിമേറ്ററായി ബഹുമാനപ്പെട്ട ജോസഫ് കോയിക്കലച്ചൻ ചാർജ് എടുത്തു. 2024-26 കാലഘട്ടത്തിലും സോൺ സേവന സമിതിയെ നയിക്കാൻ ശ്രീ സണ്ണി വരകുകാലായെ തന്നെ ദൈവം നിയോഗിച്ചു. കേരള നവീകരണത്തിന്റെ ജൂബിലി ആഘോഷത്തിൽ സോണിന്റെ സജീവ സാന്നിധ്യത്തിനും സഹസ്രദിന മധ്യസ്ഥ പ്രാർത്ഥനയുടെ സജീവ നടത്തിപ്പും KCSE നയിച്ച വചന സന്ദേശ യാത്രയുടെ നടത്തിപ്പും റൂഹ 2K25 എന്ന പേരിൽ ഇരട്ടയാർ, അണക്കര, കല്ലാർ സബ് സോണുകളിൽ നടന്ന കൺവെൻഷനുകളുടെ സംഘാടനവും ജീവജ്വാല ഔട്ട്റീച്ചുകളും 2024 ഡിസംബറിൽ നടന്ന നേതൃത്വ സൗഖ്യധ്യാനവും 2025 ജനുവരിയിൽ നടന്ന വരദാന വളർച്ചാ ധ്യാനവും ഇപ്പോൾ നടക്കുന്ന കാരീസ് 2K26 എന്ന ഈ ഗ്രാൻഡ് കോൺഫറൻസുമൊക്കെയായി സോണിനെ സജീവമാക്കാൻ ഈ സേവന സമിതിക്ക് കഴിയും. 2025 മെയ് 18 മുരിക്കുംതൊട്ടി പള്ളിയിലേക്ക് സ്ഥലം മാറിപ്പോയ ബഹുമാനപ്പെട്ട ജോസഫ് കോയിക്കലച്ചൻ 2026 മെയ് 14 നിത്യ സമ്മാനത്തിനായി വിളിക്കപ്പെട്ടു. 2025 മെയ് 18 മുതൽ ബഹുമാനപ്പെട്ട ജോമോൻ വട്ടത്തറയച്ചൻ സോണിന്റെ ആനിമേറ്ററായി സേവനം ചെയ്യുന്നു. തിരുസഭയെ നവീകരിക്കാനായി പരിശുദ്ധാത്മാവായ ദൈവം ഇന്നും തന്റെ പ്രവൃത്തികൾ തുടരുന്നു നമ്മിലൂടെ. സ്നേഹത്തോടെ കട്ടപ്പന സോൺ സേവന സമിതി.